ഹായ്, ഇസ്താംബുൾ എയർപോർട്ടിലാണ് വന്നത്. ഇസ്താംബുൾ ശരിക്കും കാണേണ്ട ഒരു സ്ഥലമാണല്ലോ. എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാക്കേജും ഉണ്ട് ടർക്കിഷ് എയർലൈൻസിന്. പക്ഷേ ഞങ്ങളാരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ നിന്ന് ഇവിടെയൊക്കെ ചുറ്റി കാണുകയാണ്. വലിയ എയർപോർട്ടാണ്. ട്രാൻസിറ്റ് വിസ എടുക്കാൻ പറ്റാഞ്ഞത് ഒരു നഷ്ടമാണെന്ന് ഇപ്പോൾ ഈ 14 മണിക്കൂർ ലേ ഓവറിൽ തോന്നുവാണ്. കാരണം കൊച്ചിലേ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ, ഹിസ്റ്ററിക്കൊക്കെ പഠിക്കുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ, സിറ്റി ഓഫ് 7 ഹിൽസ്, അങ്ങനെയൊക്കെ ഉള്ളൊരു നഗരം പോയി കാണേണ്ടതാണ്. ഹാഗിയ സോഫിയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എയർപോർട്ടിൽ നിൽക്കാനേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ഈ വിസ അപ്ലൈ ചെയ്യണമെങ്കിലും UK, US, ഷെങ്കൻ വിസ ഹോൾഡേഴ്സിനൊക്കെയാണ് ഈ വിസ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് എംബസി വഴി നേരത്തെ വിസ അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പം മറ്റൊരവസരത്തിൽ ഇസ്താംബുളിൽ പോകാൻ ഇറങ്ങി നാട് കാണാനൊക്കെ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര സ്പെഷ്യലാണല്ലോ. ടർക്കിഷ് ഫുഡ് എപ്പോഴും പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ടർക്കിഷ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. ഞങ്ങളുടെ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ തൊട്ടടുത്ത് ഇസ്താംബുൾ ഗ്രിൽസും ഷവർമയൊക്കെ കിട്ടുന്ന, റോൾസൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ തന്നെയാണോ എന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കണം. അതേ ഇപ്പോൾ എയർപോർട്ടിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഡെലിഗേഷനിലൊപ്പമുള്ള ഒരു ഡോക്ടർ അനിൽകുമാറുണ്ട്. ബാംഗ്ലൂരിൽ സർജനാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ കൊളാപ്സ്ഡ് ആയ ഒരു പാസഞ്ചറിനെ ട്രീറ്റ് ചെയ്യുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. 14 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് ഹവാനയിലേക്ക് പോകുന്നത്. കണ്ടല്ലോ, തുർക്കിയിലെ ഇസ്താംബുളിലെത്തിയെങ്കിലും നഗരം സന്ദർശിക്കാനായില്ലെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോമിന്റെ പരാതി. സിറ്റി ടൂർ നടത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ചിന്തയും സംഘവും എത്തിയെങ്കിലും ട്രാൻസിറ്റ് വിസ ഇല്ലാത്തതിനാൽ അതിന് സാധിക്കാതെ വിമാനത്താവളത്തിൽ തന്നെ ചിലവഴിക്കേണ്ടി വന്നുവെന്നാണ് ചിന്തയുടെ പരാതി. ചിന്ത തന്നെ ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് പലരും ട്രോളുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിന്ത എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതിയെന്ന്. ചിന്തയ്ക്ക് എപ്പോഴും അബദ്ധങ്ങളുടെയും വിവാദങ്ങളുടെയും ഘോഷയാത്രയാണ്. ഏറ്റവും ഒടുവിൽ CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കുപ്പിയിലാക്കിയ കരിങ്ങാലി വെള്ളം കുടിച്ചതാണ് പലരും ട്രോൾ ചെയ്തത്. ഇസ്താംബുൾ ശരിക്കും കാണേണ്ട സ്ഥലമാണ്. എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ടർക്കിഷ് എയർലൈൻസിന് അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട്. എന്നാൽ ഞങ്ങളാരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ലായിരുന്നു. അതിനാൽ തന്നെ എയർപോർട്ടിൽ തന്നെ നിന്ന് ഇവിടെയൊക്കെ ചുറ്റി കാണുകയാണ് എന്നൊക്കെയാണ് ചിന്ത പങ്കുവയ്ക്കുന്നത്. ട്രാൻസിറ്റ് വിസ എടുക്കാത്തതൊരു നഷ്ടമാണെന്ന് 14 മണിക്കൂറിനിടെ മനസ്സിലായെന്നും ചിന്ത കൂട്ടിച്ചേർത്തു. അപ്പോൾ 1-2 14 മണിക്കൂറാണ് ചിന്തയും സംഘവും ആ എയർപോർട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇതൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വേണ്ടേ ഒരു യാത്രയൊക്കെ പുറപ്പെടാൻ. കൃത്യമായ വിവരണങ്ങളും കൃത്യമായ അറിവുമില്ലാതെ ഒരു യാത്രയ്ക്കും പോകാൻ ഒരുങ്ങരുത്. യാത്ര പോകുന്നത് കൊള്ളാം, പോകണ്ടെന്നല്ല. പക്ഷേ അത് എങ്ങനെ വേണം, എവിടെ ഇറങ്ങണം, എങ്ങനെയൊക്കെ പോകണം, അതിനൊക്കെ കൃത്യമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം.